ഹലോ. ഞാൻ പറഞ്ഞു നിർത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ലേറ്റായി പോയതിൽ ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ജോലി സംബന്ധമായിട്ട് കുറച്ച് ദൂരെയും കാര്യങ്ങളൊക്കെ പോകേണ്ടിയിരുന്നു. പിന്നെ പറഞ്ഞാൽ മക്കൾക്കൊക്കെ സുഖമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ കുറച്ച് ലേറ്റായി പോയതാണ് സെക്കൻഡ് പാർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ ഓർമ്മയുണ്ടാവല്ലോ, നമ്മളെ അനിയൻ്റെ മരണത്തോടു കൂടി എൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഡൗണിലേക്ക് ആയിപ്പോയി. ഡൗണിലേക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്നാമത് അനിയൻ്റെ മരിക്കുന്ന സമയം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അനിയൻ മരിക്കുന്നത്. കാരണം അച്ഛൻ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നു, അറ്റാക്ക് വന്നിട്ട്. വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും അച്ഛമ്മയും. ആ സമയത്ത് മാമൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അനിയൻ മരിക്കുന്ന സമയത്തൊക്കെ മാമൻ്റെ വൈഫൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതായത് മുണ്ടിക്ക് താഴ്ത്തിട്ടോ. എൻ്റെ അവിടെ നിന്ന് വിറ്റൊക്കെ പോകുന്നതിന് ശേഷം പിന്നെ അവർക്കൊരു വീടും കാര്യങ്ങളൊക്കെ ശരിയാകുന്നതിന് അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളവും കാര്യങ്ങളൊന്നും ഒരു സമയത്ത് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്കാണ് താമസിക്കുക. ചിലപ്പോൾ 2 മാസത്തോളമൊക്കെ ചിലപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ വീട്ടിലാണ് എല്ലാവരും ഉണ്ടാവല്. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവല്. നമ്മുടെ വീട്ടിലെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. 4 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ. അപ്പോൾ അവരോട് ഇങ്ങോട്ട് പോരാൻ പറയും അമ്മ. വെള്ളമൊന്നും ഇല്ലാണ്ട് അവിടെ നിൽക്കണ്ട, മക്കളെ ഗമ്മിച്ചവിടെ നിൽക്കണ്ടേ. മക്കൾ തന്നെ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മനു, ഇന്നത്തെ ആദിത്യ, അപ്പോൾ അവനെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, ചെറിയ മോനായിട്ട്. അപ്പോൾ അവനെയും കൂട്ടിങ്ങാട്ട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ ഓരോ കാര്യങ്ങൾക്ക്. പിന്നെ പുള്ളി മാമനാണെന്നുണ്ടെങ്കിൽ മധുവിനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദൂരത്തേക്കൊക്കെ പോകേണ്ടി വന്നിട്ടാണെങ്കിൽ പിന്നെ അവരവിടെ ഒറ്റയ്ക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ഇങ്ങോട്ട് അമ്മ തന്നെയാണ് പറയാം. പിന്നെ ഞങ്ങളും അവിടെ തന്നെയാണല്ലോ, ഞാനും അനിയനും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ട് പോകും വേണം. പിന്നെ മറ്റേ എറണാകുളത്തേക്ക് പോകണം, അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് പോകും വേണം. അപ്പോൾ അതിനെ കൊണ്ടൊക്കെ അവരും ഉണ്ടായിരുന്നു അന്ന് വീട്ടിൽ. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച്, ഞാനാണ് അച്ഛനന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഞാനാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തു, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡിയായി നിന്നാണ്. അപ്പോൾ അനിയനോട് ചോദിച്ചപ്പോൾ അനിയൻ വരുന്നില്ല, ഞാൻ അടുത്തതിന് പോയിക്കോളാം, എനിക്കവിടെ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞാൻ തന്നെ പോകാമെന്നുള്ള കണ്ടീഷനായി. പിന്നെ പെട്ടെന്ന് അവൻ പറഞ്ഞ് വേണ്ട, ഞാൻ പോയിക്കോളാം, എനിക്ക് പെട്ടെന്ന് പോകണം അവിടേക്ക്, വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അച്ഛനും അമ്മനും കൂടി അവിടേക്ക് വിട്ടതാണ്. എറണാകുളത്തേക്ക് പോയി. അവിടുന്ന് അനിയൻ നേരെ പോവുകയും ചെയ്തു. ഞാൻ അവിടെ ചെന്നതാണെന്ന് തോന്നുന്നു. ഞാനും കൂടെ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അന്ന് ഞങ്ങളുടെ കൂടെ അവൻ വന്നിട്ടില്ല. അതിന് ശേഷമാണ് തോന്നുന്നു അവൻ പിന്നെ പോകുന്നത്. കാരണം എന്നാൽ ഞങ്ങളുടെ ഫ്രണ്ട് സഞ്ജു എന്ന് പറഞ്ഞ ആളുണ്ട്, അവനും കൂടെ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വരെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവനന്ന് അവിടെ നിന്ന് പിരിയുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങളെ കൂടെ അല്ല, എനിക്ക് തോന്നുന്നു ഞങ്ങളെ കൂടെ അല്ല വന്നത്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ തന്നെ പോയതാണ്. ഞാനും അച്ഛനും അമ്മയും കൂടെ പോയിട്ട് അച്ഛനവിടെ അവരാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് കൂടെ തിരിച്ചു പോകുന്നതാണ്. എനിക്കവിടെ ജോലിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടെ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അവിടെ നിന്ന് പോയി. അവിടുന്ന് പെട്ടെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതായത് അവിടെ ഞങ്ങൾ റിലേറ്റീവും കൂടെ ഉണ്ടായിരുന്നു. വാട്ടർപാറമ്പുള്ള റിലേറ്റീവിനെ അറിയുന്ന ആൾക്കാരൊക്കെ അറിയാൻ മതിയോ, നമ്മളെ രമേശ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾ, വാട്ടർപാറമ്പുള്ള രമേശ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളീൻ്റെ കൂടെയാണ് വിട്ടത്. പുള്ളീൻ്റെ ഗൾഫിലാണ് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ശരിയായിരുന്നത്. ഗോകുലത്തിൻ്റെ ഒരു ഇതിൽ ആണ് ജോലിയിലേക്ക് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവനവിടെ എത്തിയതിന് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അവൻ്റെ മരണവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അവിടുന്നാണ്. ഒരു ഫോൺ കോൾ വന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. വ്യക്തമായിട്ട് എനിക്കറിയില്ല. പക്ഷെ അതാരാ എന്താന്നുള്ളതൊക്കെ ഞാൻ നോക്കി കിട്ടി. കാരണം ആ സമയത്തൊക്കെ ഞാൻ വിദ്യാലയോടുള്ള TT ഫ്ലൈവുഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത്, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുതലാളി രാജേട്ടൻ ബോസ് അന്ന് അവിടെ ഉണ്ട്, കൊല്ലത്ത് ഇവിടെ ഉണ്ട് പുള്ളി. അപ്പോൾ അങ്ങനെ സംഗതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് പുള്ളീനോട് വിളിച്ച് നമ്മളെ കമ്പനിയിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആണ് പുള്ളി അന്വേഷിക്കുകയൊക്കെ ചെയ്തത് എന്താ കാര്യം എന്നുള്ളത്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഓക്കെ ആണോ സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതും എന്നെ വിളിച്ചതും ഒക്കെ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞതൊക്കെ പുള്ളിയിൽ കെയർ ഓഫിൽ ചെയ്തതാണ്. പിന്നെ
പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വിട്ടുതരാനൊക്കെ ഉള്ള പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ പുള്ളി അവിടുന്ന് സാറവിടുന്ന് നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കി വെച്ചതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവരാനും ഇവിടുന്ന് അവിടെ പോകാനും ചില്ലറ ഇതൊന്നല്ല, കഷ്ടപ്പാടൊന്നല്ല ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആരുമില്ല, എനിക്കിവിടെ ഇവരെ അറിയിക്കാൻ പറ്റില്ല. അച്ഛനവിടെ അങ്ങനെ കിടക്കുന്ന, അച്ഛനെ അറിയിക്കാൻ പറ്റില്ല. 2-3 ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വീട്ടിൽ കുട്ടികളുണ്ട്, മാമൻ്റെ മോനുണ്ട്, അപ്പുറത്ത് മക്കൾ വരുന്നുണ്ട്, അവർ ടി വി വെക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിധീൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്ന്, നിധീൻ്റെ നമ്മളെ 1-2 ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്നു. അവരവിടെ എൻ്റെ കൂടെ തന്നെ നിന്നു. പാറയുള്ള പ്രബീഷ്, പിന്നെ സഞ്ജു, അങ്ങനത്തെ 1-2 ആൾക്കാർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനത് അറിയിക്കാനുള്ള യാതൊരു വഴിയില്ലല്ലോ, എങ്ങനെ അറിയിക്കും? അങ്ങനെ 1-2 ദിവസം ഞാൻ അവിടുന്ന് തള്ളി നീക്കിയത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എങ്ങനെ അടുത്തുള്ളവരും എല്ലാവരും ഒന്നും അറിയാതെ അവരെ എങ്ങനെയോ ഇവിടെ എത്തിച്ച് അച്ഛനെ. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു സംശയം കാര്യം കുടുങ്ങിയിട്ടുണ്ടായിരുന്നു, അവനാണെന്നുള്ളത് എന്തോ ഒരു സംശയം കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴേ അമ്മ പറഞ്ഞത്, എന്നെ വിളിച്ചിങ്ങോട്ട് പറഞ്ഞു, എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ചമ്മയ്ക്കൊന്നല്ല അവനാണ് എന്നുള്ളതൊക്കെ തോന്നി. അമ്മ കുറേ എന്നെ വിളിച്ചുകാട്ട് കുറേ കരഞ്ഞു പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഒരു, കാരണം എൻ്റെ മാരേജിൻ്റെ വീട് കാഴ്ചയും കാര്യങ്ങളും ഒക്കെ ട്രീറ്റ്മെൻറ്റും മറ്റേ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിനൊക്കെ ശേഷമാണ് അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയത്. എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു വിവാഹം കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എങ്ങനെയാലും ഒരു വർഷം കഴിഞ്ഞിട്ട് ഒക്കെ അല്ലേ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ നമ്മളത് പറഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ നോക്കാമെന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കായി. അന്ന് എൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ ഫിക്സാക്കി, ഡേറ്റും എല്ലാം ഫിക്സാക്കി കഴിഞ്ഞു. കത്തുകൾ ഒക്കെ ഏകദേശം കൊടുക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർ തന്നെ, നമ്മുടെ ഫാമിലി തന്നെ പറഞ്ഞ്, എന്തായാലും ഫിക്സാക്കിയ കല്യാണമാണ്, എല്ലാം കഴിഞ്ഞതും ഒക്കെ മറ്റേ ഈ ഇത് കൊടുക്കലും കത്ത് കൊടുക്കലും എല്ലാം കഴിഞ്ഞതാണല്ലോ, തൽക്കാലം ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മാരേജ് നടത്താം. കല്യാണം നടത്തിയിട്ട് വലിയ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു ചെറിയ ഒരു ഇതുപോലെ നമുക്ക് നടത്താമെന്നുള്ളത്. കാരണം വലിയൊരു ആഘോഷമായിട്ട് നടത്തണം എന്നൊക്കെ എൻ്റെ അനിയനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായതാണ്. അവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ്, ഒരുപാട് സംഗതികളൊക്കെ സെറ്റ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഓനെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ എനിക്കത് തീരെ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് കല്യാണം കഴിക്കാനുള്ള ഒരു കാരണവും പറയുകയാണെങ്കിൽ തന്നെ അച്ഛനെ ഒക്കെ തന്നെയാണ്. കാരണം എൻ്റെ അമ്മ കുറേ എൻ്റെ ഫ്രണ്ട്സിനോടും കാര്യങ്ങളോടൊക്കെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് മുഖാന്തരമാണ് ഞാൻ പെണ്ണ് കാണുന്നതും. രഞ്ജിത്ത് എന്ന് പറയും, അവൻ്റെ കെയർ ഓഫിലാണ്, അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ എൻ്റെ ആദ്യ വിവാഹത്തിലെ ആളെ കണ്ടതും ഒക്കെ. എന്നെ അത്രയും നിർബന്ധിച്ച ഒരേ ഒരാളാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിരുന്നത്. ആ വ്യക്തിനോട് പറയുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്നാണ് ആ വ്യക്തി എന്നോട് പറയുന്നത്, ഇനിയും ഇങ്ങനെ കളിച്ചിരിക്കുകയാണെങ്കിൽ രനീഷെ, അച്ഛൻ എൻ്റെ മേലുള്ള ആഗ്രഹവും കാര്യങ്ങളൊന്നും നടക്കാണ്ടായിപ്പോവും. കാരണം അയാളുടെ സ്ഥിതി അങ്ങനെയാണ്, മൂപ്പരാഗ്രഹം അതാണെന്നാണ് പറയുന്നത്. കാരണം ഇജ്ജ് കെട്ടൂല എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ മൂപ്പരിപ്പോൾ അതാണ് ഞങ്ങളോട് പറഞ്ഞുകൊടുക്കുന്നത്. അവനിങ്ങനെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ തീരുമാനമാക്കി തരണം, എനിക്ക് ഇനിയിപ്പോൾ അതാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ കല്യാണത്തിന് തന്നെ സമ്മതിച്ചത്. അതും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ആ വ്യക്തി ഇപ്പോഴും ജീവനോടുണ്ട്, മറക്കാൻ പറ്റില്ല. മറക്കാൻ ജീവനോടുണ്ട് എന്ന് മാത്രമല്ല, അയാളുള്ളത് കൊണ്ടാണ് എൻ്റെ ഒരുപാട് കാര്യങ്ങളും സംഗതികളും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ഒരുപാട് ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി, ഒരുപാട് സംഗതികളുണ്ട്. മൂപ്പര ഫാമിലി ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ അയാൾ ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു മറുപടിയും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഫാമിലി ആണെങ്കിലും അവരാണെന്നുണ്ടെങ്കിലും ആ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കഷ്ടങ്ങളും സങ്കടങ്ങളും സഹിക്കുന്നുണ്ട്, ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ. അതൊക്കെ പോട്ടെ, അതിൻ്റെയൊക്കെ ഒരു മറുപടി വേറെ ഉണ്ട്. കാരണം നമ്മളായിട്ടൊന്നും ചെയ്ത് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ
ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഓർത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ കാരണമാണ് കല്യാണം കാര്യങ്ങളൊക്കെ നടന്നത്. അതും ഞാൻ പറഞ്ഞത് നിങ്ങൾ പോയി കാണുക, അത് എവിടെയാണെങ്കിലും വേണ്ടിയില്ല, പോയി കാണുക. ഒരാളെ ഞാൻ കാണുള്ളൂ, അതിന് വേണ്ടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല, അതിൻ്റെ വയറ്റാൽ ഞാൻ പോവില്ല. ഒരാളെ കാണും, ഞാൻ അയാളെ കിട്ടും, എനിക്ക് അത്രേ ഉള്ളൂ. അതിനിപ്പോൾ ഏത് ലെവലാണെങ്കിലും വേണ്ടില്ല. അങ്ങനെ ചെന്ന് കണ്ടതാണ് ഈ കുട്ടീനെ, എൻ്റെ ആദ്യത്തെ ഭാര്യേനെ. അങ്ങനെയാണ് എൻ്റെ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. എല്ലാവരും കണ്ടതാണ്, എൻ്റെ വീട്ടുകാർ കണ്ടാണ്, അമ്മ കണ്ടതാണ്, മാമിയും ഇവരൊക്കെ കൂടെ പോയിട്ടാണ് കണ്ട് എല്ലാം ഉറപ്പിച്ച് തീരുമാനിച്ച് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് വന്ന് ഓക്കെയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതൊക്കെ റെഡിയായത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കല്യാണം അധികം നീട്ടി വെക്കണ്ടെന്നുള്ള ആ ഒരു ഇതിൽ ആണ് ചെറിയൊരു ചടങ്ങ് പോലെ കല്യാണം കാര്യങ്ങളും നടത്താമെന്നുള്ളത് തീരുമാനിച്ച് അവളുടെ വീട്ടിൽ നിന്ന് തന്നെ, അതായത് എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കല്യാണം ആക്കാമെന്നുള്ളത് തീരുമാനമെടുത്തതും ഒക്കെ ആ സമയത്താണ്. പിന്നെ തന്നെ കല്യാണ സമയത്ത് ചില്ലറ ബുദ്ധിമുട്ടുകൾ വന്നില്ല. പ്രതീക്ഷിച്ച ഒരു സംഭവവും ഞങ്ങൾക്ക് നടത്താൻ പറ്റില്ല. മഴ. എൻ്റെ കല്യാണത്തിന് വന്ന ആൾക്കാർക്ക് ഒരിക്കലും എൻ്റെ കല്യാണം മറക്കാൻ പറ്റില്ല. അത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എന്നോട് പറയും, എൻ്റെ ആദ്യത്തെ കല്യാണം പോലെ ഞങ്ങൾ ആരും മറക്കൂല. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും പെയ്യാൻ പാടില്ലാത്ത സമയത്താണ് മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്കും മഴയും, വീട്ടിൻ്റെ മുറ്റം തൊട്ടിട്ട് റോഡ് അങ്ങേ തല വരെ വെള്ളം. കുറേ ആൾക്കാർ വീട്ടിലേക്ക് വന്നങ്ങാണ്ട് വെള്ളത്തിലൊക്കെ വീണിട്ട് തിരിച്ചു പോയ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളും ഒരുപാട് സംഗതികളുണ്ട്. അതിപ്പോൾ ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. ഒക്കെ അറിയുന്ന ആൾക്കാരൊക്കെ അതിനെക്കൊണ്ട് ഒരുപാട് ആൾക്കാർക്കൊക്കെ അതിപ്പോഴും ഓർമ്മയുണ്ടാവും. എൻ്റെ കല്യാണത്തിന് വന്നത്, എൻ്റെ കല്യാണം അങ്ങനെ നടന്നുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവും. അപ്പോൾ അങ്ങനെ കല്യാണം കാര്യങ്ങളൊക്കെ നടന്ന് ഒരു ജഗവതിര. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞോടുകൂടി മഴയിൽ നിന്നു. അപ്പം അത് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, എടാ എൻ്റെ അനിയൻ അത്രയും ആഗ്രഹിച്ചല്ല എൻ്റെ കല്യാണം, അവൻ്റെ കണ്ണീരാണ്, കല്യാണം ഭംഗിയായിട്ട് നടന്നല്ലോ എന്തായാലും, അപ്പോൾ അതിനൊരു നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ അതും പറഞ്ഞു. അത് അങ്ങനെ തന്നെ ആവണം, അതാണ് സാധ്യത. കാരണം അവൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, അവൻ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തതാണ്, ഒരുപാട് സംഗതികളുണ്ടായിരുന്നു, മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കല്യാണം അങ്ങനെ പോയി. അങ്ങനെ ആ കല്യാണത്തിന് ശേഷം ആണ് കുറച്ചെങ്കിലും എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ അനിയൻ പോയതിൻ്റെ ആ ഒരു ഇത് നികന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആ ഒരു ദുഃഖത്തിലും സങ്കടത്തിൽ നിന്നും കുറച്ചൊരു മാറ്റം വന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ്. അതിനുശേഷം ഫുള്ള് പിന്നെ എൻ്റെ വീട്ടിൽ പഴയ പോലെ തന്നെ എൻ്റെ അമ്മയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ അവളുടെ കൂടെ തന്നെ, അവൾക്ക് അത്രേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ പിന്നെ അവളുടെ കൂടെ തന്നെ പോകാനും വരാനും ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാനും ഒക്കെ അമ്മ തന്നെയാണ് ഉണ്ടായിരുന്നത്. എല്ലാത്തിനും അമ്മ തന്നെയാണ് കൂട്ടി കൊണ്ടുപോകുന്നത്. പിന്നെ അച്ഛനായിട്ടും ഫുള്ള് നല്ലൊരു കമ്പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമുക്കറിയാലോ, ഒരു കുടുംബത്തിൽ കുറച്ച് ആൾക്കാർ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൻ്റെ സന്തോഷം ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഇതായിട്ട് വരിക. ആ കുടുംബം നന്നായിട്ട് ജീവിച്ചു പോയിക്കോട്ടെ, അതങ്ങനെ ഒരു ദുരന്തം ഏറ്റുവാങ്ങിപ്പോയ ഒരു കുടുംബമാണ്. ഇപ്പോഴാണ് അവിടെ കുടുംബം ഒന്ന് ലേശമൊന്ന് പിന്നെയൊന്ന് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ചില കുടുംബങ്ങളിലുണ്ട്. പക്ഷെ നേരെ മറച്ചുള്ള ഏറ്റങ്ങളും ചില കുടുംബത്തിലുണ്ട്. അങ്ങനത്തെ ജീവിക്കുന്ന ജീവിതം ഒരങ്ങനെ സൂഹിക്കേണ്ട, ഒരങ്ങനെ ഇതാക്കി ജീവിക്കേണ്ട. കാരണം അവർക്ക് മാത്രം ജീവിക്കണം, അവർക്ക് മാത്രം സന്തോഷം പാടുള്ളൂ, മറ്റുള്ളവർ സന്തോഷിക്കരുത്. അങ്ങനത്തെ കുറേ പിശാചുക്കളുണ്ട് ചില കുടുംബങ്ങളിൽ. പിശാചുക്കൾ തന്നെ പറയാം, അതിന് വേറെ പേരുകളൊന്നും മാറ്റി നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി. അത് കയറിയപ്പോൾ വീണ്ടും എൻ്റെ കുടുംബം പഴയ രീതിയിലേക്ക് തന്നെ മാറാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഈ ആൾക്കാരും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ മാറി വരാൻ തുടങ്ങി. പിന്നെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വരുമ്പം എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നങ്ങളായി. പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ എന്താണെന്നുള്ളതൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, എന്താണെന്നൊന്നും സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല. എപ്പോഴും
കാര്യങ്ങൾ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ജീവിക്കുക, പോവുക. ഞാൻ പണിക്ക് പോവും, ഇതിനെ പറ്റി എനിക്കൊരു അറിവുണ്ടാവില്ല. ഞാൻ പണിക്ക് പോവും, പണിക്ക് പോയി ഞാൻ തിരിച്ചു വരും. പണിക്ക് പോയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പണിയെടുക്കുന്ന സമയത്ത് അപ്പോഴും ചിലപ്പോൾ വിളിക്കും, അവൾ വിളിക്കും. പുതിയ ആളെ ആണല്ലോ വീട്ടിൽ വന്നിക്കാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് വിളിച്ചു നോക്കും, നേരം ഉപയോഗിക്കുകയാണൊക്കെ ചെയ്താൽ. അപ്പോൾ അമ്മയ്ക്ക് അറിയായിരുന്നു ഞാൻ വരുന്ന സമയം കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇന്ന അമ്മ ഫോൺ ചെയ്യാന്നുണ്ടെങ്കിൽ രാത്രി 8 മണി കഴിഞ്ഞാൽ ഉടനെ എൻ്റെ അമ്മൻ്റെ ഫോൺ വരും, ഈ എവിടെയാന്ന് വെച്ചിട്ട്. അത് ആ ഒരൊറ്റ ചോദ്യം ഉണ്ടാവുള്ളൂ. കാരണം അമ്മയ്ക്ക് അറിയാം കൃത്യസമയത്താണ് ഞാൻ വീട്ടിലേക്ക് വരിക. വേറെ എവിടെയും എൻ്റെ അനിയൻ അങ്ങനെ അല്ലായിരുന്നു, അവന് സമയം കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ വരുന്നതിന്. പക്ഷെ ഞാൻ വീട്ടിൽ കൃത്യസമയത്ത് എത്തും. അത് അമ്മ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മണിക്ക് ശേഷം മാത്രമേ എൻ്റെ അമ്മ വിളിക്കുള്ളൂ. മറ്റ് ഞാൻ 7:30 8 മണിയാകുമ്പോഴത്തേന് ഞാൻ വീട്ടിലെത്തിയിരിക്കും, പണി കഴിഞ്ഞിട്ട്. ആ ടൈമാകുമ്പോൾ ഏകദേശം പണി കഴിയും. 8 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരേ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ, എവിടെയാ, എവിടെ എത്തി? അപ്പോൾ ഞാൻ പറയാ ചിലപ്പോൾ ഞാൻ അവിടെ എത്താനായിട്ടുണ്ടാവും, ഞാൻ അവിടെ എത്താനായിന്ന് പറയും. ആ ഒരൊറ്റ ചോദ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളെ കൂടെ ഉള്ള അൻവർ അങ്ങനെ അല്ലായിരുന്നു. അവൻ എവിടെയെന്നും പോലും അറിയില്ല, അവൻ എവിടെയെന്നും പറയില്ല. ഇന്നിപ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും അമ്മ ഞാൻ അങ്ങനെ ഒരു ടൂറിലാണ്, ഞാൻ പോയി തരാ പിന്നെ വരും. അതുകൊണ്ട് ആ ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയിനി അവൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആയിരിക്കുകയാണെങ്കിൽ ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങും. വിളിക്കുന്ന സമയത്ത് അമ്മ ചോദിക്കും, ഓനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ നിൽക്കണ്ട, അവൻ വണ്ടിയൊക്കെ ഓടിക്കുകയായിരിക്കും. അപ്പോൾ ഓൻ ഇടയ്ക്ക് വിളിച്ചതാക്കിയാണെങ്കിൽ വണ്ടി ഓടിക്കുന്നതിനുള്ളിൽ കൂടെ ഓനെ ചിലപ്പോൾ ഫോണൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓളത് കേട്ട് ആയിക്കോട്ടെ അമ്മ പറഞ്ഞു. പിന്നെ ഓള് വിളിക്കലില്ല, ഓളങ്ങനെ വിളിക്കാണ്ടായി. പിന്നെ അമ്മ എന്നെ ചിലപ്പോൾ എന്നെ വിളിക്കും. ചിലപ്പോൾ അമ്മയ്ക്ക് ഫോണിൻ്റെ അകത്ത് പൈസ വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനെ ഫോൺ വാങ്ങിക്കും, അല്ല അച്ഛൻ വിളിക്കും. അച്ഛൻ പീടിയിലേക്ക്, അച്ഛൻ പീടിയിൽ നിന്ന് വരാൻ കുറേ നേരം പോകും. രാത്രിയൊക്കെ അടിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ നേരം വെയിറ്റൊക്കെയാണ് അച്ഛൻ വിളിക്കുള്ളൂ. അപ്പോൾ ഞാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ വിളിക്കും, ഈ അടുത്തിടെ വെച്ചിട്ട് വിളിക്കും. ചിലപ്പോൾ ഞാൻ ലോങ് പോയിക്കാണെങ്കിലൊക്കെ എത്താൻ നേരം ആകും. അപ്പോൾ അത് അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ അറിയാലോ, പുതിയ ഒരാൾ വീട്ടിൽ വന്നിക്കാന്നുണ്ടെങ്കിൽ അവരെ കാണാൻ വരുന്നു, സംസാരിക്കാൻ വരുന്നു, അവരെ കുടുംബകാര്യം അന്വേഷിക്കാൻ വരിക. വരാത്ത ആൾക്കാർ വിളിച്ചാലും ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. ഏത് നമ്മളെ കുടുംബത്തിലേക്ക് ചിലപ്പോൾ വിളിക്കും, വാ ഒന്ന് നിന്നിട്ട് പോയിക്കോ, 2 ദിവസം നിന്നോ. ചിലപ്പോൾ അതിനൊന്നും സമയം ഉണ്ടാവാത്ത ആൾക്കാർ പുതിയ ഒരാൾ വീട്ടിൽ വന്നിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദിവസം വരാൻ തുടങ്ങി. ആഴ്ചയിൽ പിന്നെ വരവായി, അന്വേഷണങ്ങളായി, എന്ത് നടക്കുന്ന ആ വീട്ടിൽ, എന്ത് സംഭവിക്കുന്ന ആ വീട്ടിൽ, നല്ലപോലെ പോണുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉടക്കോ കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയണമല്ലോ വീട്ടിൽ ദിവസം വന്നാൽ. അപ്പം അതിനൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടേനി, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ആ കറക്റ്റ് പറയാനും ഉറങ്ങിയിരിക്കാനുള്ള ആൾക്കാരൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ വരവും പോക്കും ഒക്കെ സ്ഥിരം ആഴ്ചയിലായപ്പോൾ അമ്മക്ക് തന്നെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ പിടികിട്ടി തുടങ്ങി. ഇത് എവിടം വരെ എത്തും എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം പിടികിട്ടി തുടങ്ങി. അങ്ങനെ അതിന് ശേഷം ഓണത്തിൻ്റെ ഒരു സമയത്താണ്, ഓണം വന്ന് ഓണത്തിൻ്റെ ഒരു സമയത്ത്, ഓണത്തിന് ആദ്യത്തെ ഓണമാണ്. അങ്ങനെ ഇവക്ക് പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ അച്ഛനൊക്കെ പോയി. അച്ഛനും അവളെയും കൂട്ടി അമ്മയും പോയിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ വേണ്ടി കണ്ട് ടൗണിൽ പോയി. ആ ടൗണിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഓണത്തിൻ്റെ കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയും ഓളും ഒക്കെ ആയിട്ട് അടുക്കളയിലും ജഗവഴിയായി. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് എന്നോട് പറഞ്ഞേക്കണം, നമ്മളെപ്പോഴാണ് പോകണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മറ്റേ ഇത് കഴിഞ്ഞിട്ട്, ഭക്ഷണം കഴിഞ്ഞിട്ട് പോയിട്ട് വരാം എന്നുള്ളതിന് ആണ് നിന്നത്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നി ഞങ്ങൾ പോണത്. അങ്ങനെ എന്തോ ഭക്ഷണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെയാണ് ഞങ്ങൾ പോണത് അങ്ങോട്ടേക്ക്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അത് തിരിച്ച് അവിടെ വന്ന് തിരിച്ച് പിന്നെ അന്ന് തന്നെ പോന്നോ, അന്ന് അവിടെ നിന്ന് പിറ്റേന്ന് ഞാൻ തിരിച്ച് കൊണ്ടുവന്നു. വന്ന് അന്ന് അവളുടെ ഏട്ടനും ഏച്ചിക്കും വരാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല ഓണത്തിനന്ന്. അപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അവളെ വീട്ടിൽ നിന്ന് അവളെ അമ്മ വിളിച്ച്. അമ്മയാണോ അച്ഛനാണോ എന്നല്ല, അച്ഛൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ വിളിച്ചപ്പോൾ
അവളെ ഏട്ടനും ഏച്ചിയും അവർ വന്നിട്ടുണ്ട്, കുറച്ച് ദിവസം ഒന്ന് അവളെ ഇങ്ങോട്ടേക്ക് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാനപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ഞാൻ വീട്ടിലുണ്ട് പണി കഴിഞ്ഞ്. പക്ഷെ പറയുന്നത് എന്താ വെച്ചാൽ ഞാനപ്പോൾ വീട്ടിലില്ല എന്നാണ്. പക്ഷെ ഞാൻ വീട്ടിലുണ്ട്. ഞാൻ ആ വീട്ടിൽ പണി കഴിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് ഈ ഫോൺ വരുന്നത്. അതും അച്ഛനാണ് വരുന്നത്. കാരണം അവളപ്പുറം ഇരിക്കുന്നുണ്ട്, ഞാനിപ്പുറം ഇരിക്കുന്നുണ്ട്, അമ്മ വാതിലിൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്, അച്ഛൻ ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറം നിന്ന് കാണിട്ട് അച്ഛൻ പണി കഴിഞ്ഞ് കയറി വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് കൊണ്ട് ഫോൺ വന്നത്. ഞാനവിടെ ഇരുന്ന് കണ്ട് അമ്മ ടി വി കാണുന്നുണ്ട്, ഓളും കാണുന്നുണ്ട്, ഞാനിപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോൺ വന്ന അതിൽ ഫോൺ ആദ്യം വന്നതാണ്. അപ്പോൾ ആദ്യം ഫോൺ വന്നിട്ട് ഇവള് പോയിട്ട് അച്ഛനെ സോപ്പിട്ടിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അച്ഛനോടൊക്കെ കാര്യങ്ങൾ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് പോകാനുള്ളത്. അപ്പം അച്ഛൻ അമ്മനോട് പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ടാണ് അമ്മനോട് പറയുന്നത് കാര്യം. അമ്മനോട് പറഞ്ഞാൽ അമ്മക്ക് എന്തായാലും ദേഷ്യം പിടിക്കും എന്നുള്ളത് ഇവക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താ വെച്ചാൽ വന്ന് കുറച്ച് കാരണം ഇവളെ എങ്ങോട്ടെങ്കിലും പോവുക കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മക്ക് ഭയങ്കര ടെൻഷനാണ്. ടെൻഷനാന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഇവളായിട്ട് അത്ര അറ്റാച്ച്മെൻ്റ് ആയി പോയിട്ടേനി അമ്മ. ചെറിയ ഒരു കുട്ടീനെ, കാരണം പെൺകുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് ഇവളെ കൊണ്ടു നടന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടു നടന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവളെ കൊണ്ടു നടന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും അതും വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ അറിയേണ്ട ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാൻ മതിയാവും. ഞാനിത് പറയുന്നത് കേൾക്കുന്നവർക്ക് നന്നായിട്ട് അറിയാൻ മതിയാവും. അതുകൊണ്ട് അറിയുന്നവർക്ക് ഇനിയിപ്പോൾ എന്താ തോന്നുന്നാലും എന്ത് തോന്നിക്കുകയെന്നുണ്ടെങ്കിലും എനിക്ക് അതിലൊന്നും ഒരു വിഷയമില്ല. തോന്നുന്നവർ തോന്നുന്നതും വെച്ചവിടെ ഇരിക്കാന്നല്ലാണ്ട് ഒന്നും പറയാനും ഉണ്ടാവില്ല, ഒന്നും ചോദിക്കാനും ഉണ്ടാവില്ല. ചോദിക്കാൻ അങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും. എനിക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല, പേടിക്കാനും പോലില്ല. ഒരേ ഒരാളെ മാത്രമേ എനിക്ക് ഭയമുള്ളൂ, അത് മുകളിലിരിക്കുന്നത്. ഇന്ന് എത്രത്തോളം ഇപ്പോഴും ഇവിടെ എത്തിച്ച് എൻ്റെ ഈശ്വരനെ തന്നെ എനിക്ക് ഭയമുള്ളൂ. വേറെ ആരും എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല കാര്യത്തിലൊന്നും. അതിനിപ്പോൾ എത്ര വലിയവനാണെങ്കിൽ ശരി, ആരാണെങ്കിൽ ശരി. അപ്പോൾ അതിൻ്റെ പേരിൽ വിളിച്ച് സംസാരിച്ച് ഓക്കെ ആക്കി വെച്ച സംഭവം അത് അമ്മനോട് അവതരിപ്പിക്കാൻ അവൾ പേടിച്ചിട്ടാണ് മിണ്ടാണ്ടിരുന്നത്. ഇവള് മിണ്ടിയില്ല, അങ്ങനെ വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ഇവർ വീണ്ടും വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അച്ഛനോടാണ് ഫസ്റ്റ് സംസാരിക്കുന്നത് ഇവർ, ഇങ്ങനെ അയക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അച്ഛൻ ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, അല്ല ഓളിപ്പോൾ അവിടെ നിന്ന് കൊണ്ട് പോന്നിട്ടല്ലേ ഉള്ളൂ, 2 ദിവസമല്ലേ ആയുള്ളൂ അവിടുന്ന് പോന്നിട്ട്, ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തതല്ലേ, ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുന്നത് അച്ഛനാണ്. എന്താ വെച്ചാൽ നിങ്ങൾ ചോദിച്ചില്ല. അപ്പോൾ അച്ഛനേക്ക് അമ്മൻ്റെ പിടുത്തം വിട്ട് ഇവളിഞ്ഞും പോവുകയെന്ന് പറഞ്ഞപ്പോൾ അമ്മൻ്റെ പിടുത്തം വിട്ട് അമ്മ കുറേ ചൂടായി. അതുപോലെ തന്നെ അമ്മനോട് അച്ഛനും ചൂടായി. അങ്ങനെ ഇവർ തമ്മിൽ പിന്നെയും കച്ചറയായി. അപ്പോൾ ഇവളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു, അമ്മേ ഞാനതിന് പോയിട്ട് അധികം നിൽക്കുന്നില്ല, അപ്പോൾ ചേച്ചീൻ്റെ മോള് വന്നിട്ടുണ്ട്, അപ്പോൾ ആ കുട്ടി വന്നിട്ടാണ് ഇവളെ കാണാൻ ഭയങ്കര താല്പര്യമാണ്. കാരണം ഇവളെ ഇല്ലെങ്കിൽ ആ കുട്ടി അവിടെ നിൽക്കില്ല അങ്ങനത്തെ. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു അവസ്ഥ ഉള്ളൊരു സംഭവം ഇപ്പോൾ ഒരു കട ഫാമിലിയിൽ വന്നിട്ടുണ്ടല്ലോ. എന്താണ് ഈ എന്താ പറഞ്ഞത്, ഇപ്പോൾ അച്ഛൻ്റെ രണ്ടാമത്തെ വൈഫിൻ്റെ അനിയത്തിൻ്റെ മോള് ആ കുട്ടി വല്ലില്ലെങ്കിൽ കളിക്കൂല, വല്ലില്ലെങ്കിൽ സ്റ്റേജിൽ കയറൂല എന്നൊക്കെയാണ് എന്നോട് പറയൽ. അവരെന്നെ പറഞ്ഞ, അച്ഛൻ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെയാണ് കുട്ടി പറയുന്നത്. ഞാൻ ചെന്നില്ല, ആ കുട്ടി സ്റ്റേജിൽ കയറൂല, കളിക്കാൻ കയറൂല എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞിട്ടാണ് ഈ രാത്രിയാണെങ്കിലും വയ്യാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂട്ടർ അയച്ച് എവിടെയാ വെച്ചാൽ ഒരു 2 ആളും കൂടി പോണത്. കണ്ണൊന്നും മര്യാദയ്ക്ക് കാണാത്ത ഒരാളാണെന്നാണ് പറയുന്നത്, കണ്ണിനൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ കണ്ണാടിയും വെച്ചിട്ടാണ് ഈ സ്കൂട്ടറിന്മേൽ ഈ നാട് മുഴുവൻ പോണത്. അതിനൊന്നും ഒന്നും പറഞ്ഞില്ല കേട്ടോ, ഒന്നും പറയാനും നിൽക്കില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറയലുമില്ല. പറയുമ്പോൾ അതൊരു വേറെ രീതിയിലേക്കാണ് മാറുക. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പറയാൻ നിൽക്കില്ല, പോവട്ടെ, പോയി വരുന്നിടത്തോളം വരെ വരട്ടെ, നോക്കാം എന്നുള്ളതിലാണ് നമ്മൾ നിന്നത്. അപ്പോൾ അതേ ഒരു സംഭവം തന്നെയാണ് അന്നും ഉണ്ടായത്. എന്ത്, ഈ കുട്ടി ഇവള് വന്ന് പോയിക്കണെന്ന് പറഞ്ഞേക്ക് അതിൻ്റെ ഈ കുട്ടി അവിടെ പിന്നെ നിൽക്കില്ല, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും. വന്നിട്ടുണ്ട് അവിടെ ഇല്ലയെന്ന് കണ്ടിട്ടാണെങ്കിൽ അതിൻ്റെ പേരിലാണ് ആ കുട്ടിക്ക് അന്ന് അങ്ങോട്ട് പോകേണ്ടി വന്നത്. ആ വന്ന് പോയി എന്നോട് ചോദിച്ച്, ഞാൻ പറഞ്ഞ് 2 ദിവസമല്ലേ ഈ പോയി നിൽക്കുകയാണോ, 2 ദിവസം ഒന്നും കണ്ട് ഞാനാ പറയാം അമ്മനോട് സംസാരിക്കുക.
നമുക്കത് സംസാരിക്കാം. അമ്മ പ്രകാശം ചൂടിലാണ്. ഞാൻ ഓളോട് ഞാൻ പറഞ്ഞതാണ്, ചൂടിലാണ്, ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രഷറും ഒക്കെ ഉള്ള സമയത്തൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ദേഷ്യം പിടിച്ചാൽ വല്ലാണ്ട് സംസാരിക്കും. പക്ഷെ അത് അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ തണയും ചെയ്യും. ഓർമ്മ ഉണ്ടാവില്ല. സംസാരിക്കുമ്പോൾ കുറച്ച് ചൂട് കൂടുതലാണ് അമ്മയ്ക്ക്. അതൊരു BP-ൻ്റെ ഒരു ഇതാണ്. അങ്ങനെ അതൊക്കെ സംസാരിച്ച് രാവിലെ കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒരു ഇത് വന്ന് പോയിക്കോട്ടെ എന്നുള്ളതിൽ അമ്മ വിചാരിച്ച എന്താ വെച്ചാൽ അവള് പോണില്ല എന്നുള്ളതാണ്. അവള് പറഞ്ഞതുമാണ് എന്നാൽ പിന്നെ പോണ്ട. അപ്പം ഞാൻ പറഞ്ഞാണ് എന്തായാലും ഒരു വരും എന്ന് പറഞ്ഞാണ്. എനിക്ക് പോയിട്ട് ഒന്ന് ആ കുട്ടീനൊന്ന് കണ്ട് ഇങ്ങോട്ട് പോരാ. ഒരു ദിവസമായിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിക്കാം. അത് നമുക്ക് അമ്മനോട് സംസാരിക്കാം. അങ്ങനെ അന്ന് രാവിലെ ഞാനും അവളവിടെ കൊണ്ടാക്കി. ഞാൻ തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു. ഞാനവിടെ നിന്നിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് അവളെ കൂട്ടി വരാനല്ലോ. അവൾ പറഞ്ഞൊക്കെ അവിടെ സെറ്റാക്കി. ഞാൻ ഒരാളെ വീട്ടിൽ പോയി കണ്ട് ചെന്ന് പറഞ്ഞു 2 ദിവസം ഒരാഴ്ചയാണ് പോലെ അച്ഛനോട് പറഞ്ഞത്. ഒരാഴ്ച ഒന്നും അവളവിടെ നിർത്തുമെന്ന്. അതെന്തായാലും നടക്കില്ല, അത് നിൽക്കില്ല. അവൾ ആ ഉറപ്പാണ്. ഞാൻ പറയണ്ടേ ഒരാഴ്ചയോടെ ആൾ നിൽക്കട്ടെ എന്ന് ഞാൻ പറയേണ്ട ഒരു നിർത്തുമില്ല. ഇനി ഞാൻ സമ്മതിച്ചിട്ടുമില്ല. ഇവർ വേറെ കഥകളും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കി കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞ കാര്യം, എനിക്കുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും, കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ എന്ത് സംസാരിച്ച് എന്നൊക്കെ എനിക്കെല്ലാം അറിയുള്ളൂ. മറ്റുള്ളവർ പറയുന്നൊന്നും അത് ചെവിക്കൊണ്ട് നടക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാം. അത് കേട്ടവർക്ക് അത് മനസ്സിലാവും ചെയ്തിട്ടുണ്ട്. എനിക്കത്ര മതി. അന്നത്തെ സമയത്ത് അങ്ങനെ തന്നെ ഉണ്ടായതും. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവളെ കൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ്. അത് ഒരാഴ്ച ഒന്നും നടക്കൂല. നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം. പക്ഷെ വന്നില്ലെങ്കിൽ പിന്നെ അവൾ അവിടെ തന്നെ നിൽക്കും. അതും എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവളെ രാവിലെ അവിടെ കൊണ്ടാക്കി. അപ്പോൾ അച്ഛമ്മ എൻ്റെ അകത്തുനിന്ന് പറയാം, മക്കളെ ഞങ്ങൾ പോവല്ലേ. ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോകാനാണ് അച്ഛമ്മേ? അല്ല നിങ്ങൾ പോവല്ലേ, ഞങ്ങൾ ഇവിടുന്ന് പോവരുത്, നിങ്ങൾ കച്ചറ ഉണ്ടാക്കി പോവില്ലേ. ഞാൻ പറഞ്ഞു കച്ചറ ഉണ്ടാക്കി പോവേ എന്താ എന്തിത്താ നിങ്ങൾ പറയുന്നത്? കച്ചറ ഉണ്ടാക്കി പോകും, ഇത് പറഞ്ഞിട്ടല്ലേ പോണത്. അച്ഛനോട് പറഞ്ഞ് ഓള് പോയി കാട്ട് 2 ദിവസം കഴിഞ്ഞ്, 2 ദിവസം നിൽക്കൊന്നുമില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഓള് തിരിച്ചു വരും. അപ്പം അമ്മ അവിടുന്ന് കരയുന്നുണ്ട്. അമ്മ വിചാരിച്ച് ഓള് കച്ചറ ഉണ്ടാക്കി പോവാണ്. അപ്പോൾ അത് പറയുന്നുണ്ട്, ഞങ്ങൾ കച്ചറ ഉണ്ടാക്കി പോവല്ല, പോയിട്ട് അവിടെ നിന്ന് ആ കുട്ടി വരുന്നുണ്ട്, കുട്ടി വരുന്നത് കൊണ്ട് അതിനൊന്ന് കാണിച്ചിട്ട് ഇവിടെ ചെന്ന് കണ്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ കൂടെ തന്നെയാണ് പോലെ നടക്കുക. കാരണം കുറച്ചൊരു ഷാട്ടിയും ദേഷ്യമുള്ള ഒരു കുട്ടി അതിനും പോലെ, അത് ചെറുപ്പത്തിൽ കുറച്ച് വാശിയിൽ ചെറിയൊരു ഒറ്റ മോളതിനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായതിനും പോലെ അതിനെ കൊണ്ട്, ആ കുട്ടീനെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സമാധാനമാവും എന്നുള്ളതിൽ ഓളൊന്ന് കാണാൻ വേണ്ടി കാട്ട് വിളിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഓര് എപ്പോഴും ഇവളെ വിളിച്ച് 2 ദിവസം നിൽക്ക്, 4 ദിവസം നിൽക്ക്, 3 ദിവസം, അതെ എല്ലാ സ്ഥലത്തും ഒരു സംഭവം തന്നെയാണ്. ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് ഒരാഴ്ച, 1 മാസം കഴിഞ്ഞാലോ അല്ല 2 മാസം കഴിഞ്ഞാലോ വിളി തുടങ്ങും. ഈ എന്നാ വരുന്നേ, ഈ എത്ര ദിവസം നിൽക്കൂ, ഈ 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ. അതൊക്കെ എല്ലായിടത്തുള്ള സംഭവം തന്നെയാണ്. അതില്ലാത്തതൊന്നല്ലല്ലോ എവിടെയും. അത് ഒരു പറയും നിർത്തണ വേണ്ടേ എന്നുള്ളത് അത് നമ്മൾ നോക്കിയിട്ട് നമ്മളെ സൗകര്യം പോലെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ചിലപ്പോൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം വന്ന് കാണുന്നുണ്ടെങ്കിൽ അവരവിടെ നിൽക്കും. നിൽക്കണ്ട എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയോട് പോരും. അപ്പോൾ അത് അത്രയ്ക്ക് തന്നെ ഉള്ളൂ. 2ാമത്തെ ദിവസം അവിടെ നിന്ന് പോരും എന്ന് പറഞ്ഞ് ഇന്നെ വിളിച്ചിങ്ങാട്ട് പോരാൻ വേണ്ടി ഇങ്ങോട്ട് നിൽക്കുന്ന സമയമാണ്. അന്ന് രാവിലെ ഞാൻ അമ്മൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെ, അതായത് രാജേട്ടൻ്റെ, ഞാൻ വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. വീട്ടിൽ നിന്ന് അവളെ കൂട്ടി പോരാനോ, പണി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ നിന്ന് അവളെയും കൂട്ടി പോരാൻ വേണ്ടിയിട്ടാണ്. അന്ന് രാവിലെ എൻ്റെ അമ്മ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പണിക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ നമുക്ക് അമ്മനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കണം, അതിന് വല്ലാണ്ട് BP കയറുന്നുണ്ട്. ഇങ്ങനെ അത് BP കയറിക്കാന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തലച്ചോറിൻ്റെ ഞരമ്പോ കാര്യമൊക്കെ പൊട്ടിക്കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് ആ ദേഷ്യത്തിലാണ് ഓരോന്ന് വിളിച്ച് പറയുന്നത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇമ്മക്ക് എവിടെ വേണേൽ കൊണ്ടുപോയി കാണിക്കാം, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ BP കയറിയിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഒച്ചട്ട് പറഞ്ഞ സമയത്ത് കേൾക്കുന്നവർക്ക് ആ വേറെ രീതിയിലാണ് ഒരാൾ എടുക്കുക. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അത്രയ്ക്ക് അന്ന് സങ്കടമായതും അവൾ കരയാനുള്ള കാരണമൊക്കെ ഉണ്ടായത്. അല്ലാണ്ട് അമ്മനോടുള്ള ദേഷ്യവും കാര്യങ്ങളും ഉണ്ടാകും. അവൾ പേടിച്ചു പോയതാണ്. അമ്മൻ്റെ ശബ്ദവും കേട്ടപ്പോൾ അവൾ പേടിച്ചു പോയത്, അത് വേറെ ഒന്നല്ല. അത് കഴിഞ്ഞ് അതും ഞാൻ പറഞ്ഞിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങി നടന്നിരിക്കണം എൻ്റെ കൂടെ. അന്ന് ജീപ്പാണ്, നായ്ക്കുറുക്കാൻ ട്രാക്സ്. അത് വീട്ടിൻ്റെ മുമ്പിൽ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ അമ്മേനെ കയറ്റിയിട്ടാണ് ഇവിടെ അമ്മ അന്ന് ദംറോ എന്ന് പറഞ്ഞ ഒരു ഫർണിച്ചറിൻ്റെ ഷോറൂമിൽ വർക്ക് എടുക്കുകയാണ്, പുതിയാറുള്ള.
അതൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഷോറൂമിൽ അവിടുത്തെ ബുക്കും മറ്റേ സോഫയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഷോറൂമാണ്. അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാനൊക്കെ അവിടെ പണിക്ക് പോകുന്ന സമയമാണ് പുതിയാറ. അവിടെയാണ് അമ്മ അന്ന് ജോലി ചെയ്യുന്നത്. അങ്ങനെ അന്ന് ഞാൻ അവിടെ പോകുന്ന സമയത്ത് അമ്മനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, അല്ല സോറി, ഷോറൂമിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ ജീപ്പിൽ അമ്മ വരുന്ന സമയത്ത് ഞാൻ ജീപ്പിൽ നിന്ന് കുറേ സംസാരിച്ചിരുന്നു അമ്മനോട്. അമ്മ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അമ്മ സംസാരിക്കുമ്പോൾ ഒക്കെ അമ്മനോട് പറഞ്ഞ, ചേട്ടാ ഓള് എന്തിനാണ് അങ്ങനെ കരഞ്ഞതൊക്കെ ആയി പോയത്, ഒരു പുറത്തേക്ക് പോണ സമയത്ത് ഓൾ ഇങ്ങനെ കരഞ്ഞു പോകേണ്ടൊക്കെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊക്കെ തൊള്ളട്ടതാണെങ്കിൽ അമ്മ ഓള് പേടിച്ചു പോലെ, ഓള് കയറി വന്നിട്ട് ഒരു കൊല്ലം കൂടി ആയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഇതൊന്നും കേൾക്കലില്ലല്ലോ, അതിൻ്റെ പേരിൽ ഓള് പേടിച്ച. നിങ്ങളിത് ജീപ്പ് കയറുമ്പോൾ ഇങ്ങനെയൊക്കെ തൊള്ളയും മുള്ളിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ശരിയാവാന്ന്? ഇജ്ജ് എന്തായാലും വേണ്ടിയില്ല, ഓളോടൊന്ന് വിളിക്കാൻ പറയണം, എനിക്ക് അവളോട് സംസാരിക്കണം. പോകുന്ന സമയത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പോട്ടേന്ന് ചോദിച്ചിട്ട് പോലും ഞാനൊന്നും മുണ്ടിയില്ല. ഞാൻ പറഞ്ഞ അതൊന്നും നോക്കി വിഷമല്ല, അതൊക്കെ ഓള് പറഞ്ഞിട്ട് അമ്മനോട് ചോദിക്കണേ, ചോദിച്ചിട്ട് അമ്മനോട് ഞാൻ വിളിക്കണേ എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് അവിടെ സ്വന്തമായിട്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന്. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വേണം ഫോൺ ചെയ്യാൻ. അവരൊക്കെ രാവിലെ പണിക്ക് പോകും, പിന്നെ വരുന്നത് വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം ഒരു വന്നിക്കാണെങ്കിൽ തന്നെ ഉള്ളൂ അവിടെയാണ് കോയിൻ ബോക്സ് എന്തോ ഉള്ളത്. ആ കോയിൻ ബോക്സിലൊക്കെ വിളിച്ചിട്ടാണ് ഫോൺ വയ്ക്കുക. പിന്നെ ഇവിടെ അമ്മൻ്റെ കയ്യിലൊരു ഫോൺ കഴിഞ്ഞ് അമ്മ വരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ വൈകുന്നേരം കഴിയും. ചിലപ്പോൾ ഒരു ടൗണിലൊക്കെ ഇതൊക്കെ പോയി സാധനം കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഇരുടാവും ചെയ്യും. ആ 2 ഫോണാണ് ഒരു യൂസ് ചെയ്യാറ് വീട്ടിൽ. ആരെങ്കിലും വിളിക്കുന്നത് ആ ഫോണിലേക്കാണ്. ആ ഫോണിൽ വിളിച്ചിട്ട് ഇവർ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യണം. കാരണം ഇവർ വീടിന് കുറച്ച് ദൂരത്തേക്കാണ് ഇതുള്ളത്, മറ്റേ കോയിൻ ബോക്സിൻ്റെ ഇതുള്ളത് വീട്ടിലുള്ളത്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്താലേ ഇവർക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ അന്ന് എന്തായി, ഇവള് പോയി. അന്ന് വൈകുന്നേരം, ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ പറയണത്, ഞാനപ്പോൾ സ്ഥലത്തില്ല. അതായത് ഞാൻ പോയി, രാവിലെ അമ്മനെയും കൂട്ടി പോയി, അമ്മനെ ജംറോയിൽ അവിടെ ആക്കി. അമ്മ വർക്ക് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് ഞാൻ അവിടുന്ന് കമ്പനിയിലോട്ട് പോകുന്നത്. വർക്ക് തുടങ്ങിയ ശേഷമാണ് ഞാൻ കമ്പനിയിലേക്ക് പോകുന്നത്. അതുവരെ ഒക്കെ അമ്മ ഓക്കെയാണ്, ക്ലീനാണ്. അമ്മക്ക് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഒന്നുമില്ല. അമ്മ ഒക്കെ എന്നോട് സംസാരിച്ച്, ഞാൻ അമ്മനോടും സംസാരിച്ച് കാര്യങ്ങൾ. അമ്മ പറഞ്ഞു, ആ സാരില്ല എന്ന് പറഞ്ഞോട്, ആ സാരില്ല, ഇയോളെ അധികം ഒന്നും അവിടെ നിൽക്കാതെ അമ്മയ്ക്കല്ലേ പറഞ്ഞു. ഇതൊക്കെ അമ്മ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഓളോന്ന് വിളിക്കാൻ പറയട്ടോ, അതങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മനസ്സമാധാനം ഇല്ല, ഞാൻ ഓളോട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നോട്. ഓളോടൊന്ന് വിളിക്കാറ്. ഞാൻ പറഞ്ഞു, ആ ഓള് വിളിച്ചോളൂ, അവിടെ ഇപ്പോൾ ഫോണൊന്നുമില്ല. ഇതും അമ്മക്കറിയാം. അതായത് അവിടെ ഫോണില്ല. ഫോണിൽ സംസാരിക്കണം ഒന്നെങ്കിൽ ഓളെ അമ്മ വരണം, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാർ വരണം, എന്നാലേ ഓൾക്ക് ഫോണിൽ വിളിക്കാൻ പറ്റുള്ളൂ. അത് നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഷോപ്പിലേക്ക് പോയി. എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ ആയി. തിരക്കുള്ള സമയമാണ്, വണ്ടിയായിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ. എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയി. വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞ ശേഷം തിരിച്ചു വന്ന് എൻ്റെ വലിയ വണ്ടി വെച്ച് ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എവിടേക്ക്? കണ്ണൂർ പോകാൻ വേണ്ടിയിട്ട് വണ്ടി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, ലോറി. അതുവരെ ഉള്ള സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്ര മാത്രമേ എനിക്ക് ആ സമയത്ത് അറിയുന്നുള്ളൂ. കാരണം ഇവിടുന്ന് പോയതും സംസാരിച്ചതും അമ്മനോട് സംസാരിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അതിൻ്റെ മുന്നേ ആരെങ്കിലും വിളിച്ചോ സംസാരിച്ചോ ഈ ഒരു കഥകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഇനി ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്, ഞാൻ അവിടുന്ന് വന്നതിന് ശേഷം, അതായത് അമ്മ പണിയെടുക്കുന്നിടത്ത് കൊണ്ടാക്കി ഞാൻ ജോലി സ്ഥലത്ത് പോയി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് ശേഷം ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ അറിവുള്ള കാര്യങ്ങളാണ്, ഞാൻ കണ്ട കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കേട്ട കാര്യങ്ങളും എന്നോട് പറഞ്ഞ കാര്യങ്ങളുമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അത് ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേൾക്കുക. അന്ന് വൈകുന്നേരം എന്താ സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നതും ഒരാളുണ്ട്, എന്ത് സംഭവിച്ചില്ല. അതുവരെ ഓക്കെ ആയി നിന്നിരുന്ന അമ്മ അന്ന് വൈകുന്നേരം ആത്മഹത്യ ചെയ്യുന്നു. അതും TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ എഴുന്നേറ്റ് പോയി അമ്മ സൂയിസൈഡ് ചെയ്യുന്നു.